إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പുതിയ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നത് വലിയ പാപമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു തആല മതത്തിൽ അനുവദിക്കാത്ത വലിയ തിന്മയായി അതിനെ കാണണമെന്നും നമ്മൾ സൂചിപ്പിച്ചു. സാങ്കേതികമായി അതിനെ ബിദ്അത്ത് എന്നാണ് സൂചിപ്പിക്കുക. ബിദ്അത്തുകൾ അഥവാ പുതിയ ആചാരങ്ങൾ, പുതിയ അനുഷ്ഠാനങ്ങൾ, പുതിയ ആരാധനകൾ, അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ലാത്ത, സ്വഹാബത്ത് അനുഷ്ഠിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമൊക്കെ ബിദ്അത്ത് എന്ന പദത്തിൻ്റെ ഉള്ളിലാണ് അത് ഉൾപ്പെടുക. ആ ബിദ്അത്തിൻ്റെ ഗൗരവത്തെപ്പറ്റി നമ്മൾ സൂചിപ്പിച്ചു. ഒരാൾ ബിദ്അത്ത് ഉണ്ടാക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അയാൾ ചെയ്യണം എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഒന്ന്, താൻ ഇത്തരം ബിദ്അത്തുകൾ നിർമ്മിക്കുവാൻ അവകാശമുള്ളവനാണ്. മതത്തിൽ പുതിയ ആരാധനകളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും വിശ്വാസങ്ങളും നിലപാടുകളുമൊക്കെ ഉണ്ടാക്കുവാൻ തനിക്ക് അർഹതയുണ്ട് എന്ന് പ്രഖ്യാപിക്കണം. അങ്ങനെ ഒരുത്തൻ പ്രഖ്യാപിക്കുന്നത് കുഫറാണ്. അവനെ അനുസരിക്കുക, അവനതിനുള്ള ഹലാലും ഹറാമും ഉണ്ടാക്കാൻ, മതനിയമങ്ങൾ ഉണ്ടാക്കാൻ അവന് അധികാരമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്താൽ നമ്മൾ മുശ്രിക്കുകളായി പോകും എന്ന് സൂചിപ്പിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, മതത്തിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കള്ളം പറയുന്നവനായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ കള്ളം പറയുന്നവനല്ലാതെ മതത്തിൽ പുതിയ ആരാധനകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിർമ്മിക്കാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അൻ മുഗീറ റളിയല്ലാഹു അൻഹു ഖാല, മുഗീറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാണ്, സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ,
അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന കെദിബൻ അലയ്യ ലൈസ കെദിബിൻ അലാ അഹദിൻ. നിങ്ങളിൽ ഒരാളുടെ മേൽ കള്ളം പറയുന്നത് പോലെയല്ല എൻ്റെ മേൽ കള്ളം പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ മേൽ കള്ളം പറയുന്നത് പോലെയല്ല എൻ്റെ മേൽ കള്ളം പറയുന്നത്. മൻ ഖദബ അലയ്യ മുതഅമ്മിദൻ, ആരെങ്കിലും എൻ്റെ മേൽ മുതഅമ്മിദായിട്ട് മനഃപൂർവം കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ, അവൻ്റെ സീറ്റ് അവൻ നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ, അവൻ്റെ ഇരിപ്പിടം നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യം റസൂലുള്ള പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഷ്ഠിക്കാത്ത ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ, റസൂലുള്ള വിശ്വസിക്കാത്തൊരു വിശ്വാസം അള്ളാഹുവിൻ്റെ റസൂൽ വിശ്വസിച്ചു എന്ന് പ്രചരിപ്പിച്ചാൽ മനസ്സിലാക്കിക്കൊള്ളണം, ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ, അവൻ്റെ സീറ്റ് ഇരിപ്പിടം നരകത്തിൽ അവൻ ഉറപ്പിച്ചോളട്ടെ, റിസർവ് ചെയ്ത് കൊള്ളട്ടെ എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്ര ഗൗരവമുണ്ട് മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇത്രക്ക് ഗൗരവമുള്ള കാര്യമാണ്. കാരണം അത് മതത്തെ തന്നെ ഇല്ലാതാക്കും, അവസാനം അത് മതത്തിനെ തന്നെ ഇല്ലാതാക്കും. ഇന്ന് നമുക്കറിയാം പല മതങ്ങളും അമ്പിയാക്കന്മാർ പഠിപ്പിച്ച മതങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. മൂസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ച മതത്തിന്റെ അവശിഷ്ടമാണ് യഹൂദന്മാർ എന്ന് പറയുന്ന സമൂഹം. ഈസാ അലൈഹി സ്വലാം പഠിപ്പിച്ചിട്ടുള്ള മതത്തിന്റെ അവശിഷ്ടമാണ് നസാറാക്കൾ എന്ന് പറയുന്ന സമൂഹം. അത് ആലോചിച്ച് നോക്കൂ. ബൈബിളും എടുത്തു കഴിഞ്ഞാൽ, ബൈബിൾ ഇന്ന് നമുക്കറിയാം പഴയ നിയമവും പുതിയ നിയമവും സമാഹരിക്കപ്പെട്ടു എന്നാണ് നസാറാക്കൾ പറയുന്നത്. പഴയ നിയമമാണ് അതിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാർ പറയുന്നു. അത് നമ്മൾ എടുത്തു നോക്കിയാൽ ഖുർആനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന നിലപാടുകൾ അതിൽ കാണാം. ഖുർആനുമായി ബന്ധപ്പെട്ട് അതിനോട് യോജിക്കുന്ന വശങ്ങൾ, വിശ്വാസപരമായും അനുഷ്ഠാനപരമായും ഒക്കെ അതിനോട് യോജിക്കുന്ന വശങ്ങൾ കാണാം. എന്നാൽ ഖുർആൻ പറഞ്ഞതിന് വിരുദ്ധമായ, ഖുർആൻ പറയുന്നതിന് എതിരായ നിലപാടുകളും ഇന്ന് ആ വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നതിൽ കാണാം. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഇത് സംഭവിച്ചത് മതത്തിൽ പുതുനിർമ്മിതികൾ നടത്തുമ്പോൾ അതിനെ തടഞ്ഞില്ല. യഹൂദന്മാരുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകളും നസാറാക്കളുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകളും ജനങ്ങളോ പുരോഹിതന്മാരോ ഒക്കെ മതത്തിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ തടഞ്ഞില്ല, അതിനെ എതിർത്തില്ല, അതിനെ പാപമായി കണ്ടില്ല. നല്ല വിചാരത്തിലല്ലേ, നല്ല കാര്യത്തിനല്ലേ നടന്നോട്ടെ എന്ന് സങ്കല്പിക്കുന്ന, ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ആ മതാനുയായികൾക്ക് കഴിഞ്ഞുപോയി. അതിന്റെ അനന്തരഫലം എന്താ? ആ മതങ്ങളിൽ ബാത്തിലുകൾ കവിഞ്ഞുകൂടി. ഹക്ക് തുലോം തുച്ഛമായി മാറി. വളരെ തുച്ഛാണ്. ഹക്കും ബാത്തിലും വേർതിരിക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് ഖുർആനുള്ളതുകൊണ്ട്, വിശുദ്ധ ഖുർആൻ ഉള്ളത് കൊണ്ട് ഖുർആനുമായി യോജിച്ച വചനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അമ്പിയാക്കന്മാർ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി അതിൽ കിടക്കുന്നുണ്ട്. അതല്ലാത്ത ബാക്കി വചനങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അമ്പിയാക്കന്മാരുടെ ദഅവത്തിന്റെ പുറത്ത് ജനങ്ങൾ കാലഘട്ടങ്ങളിൽ പുതുനിർമ്മിതിയായി പണിത പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാകുന്നത് ഒരു മതത്തിൽ പുതിയ കാര്യങ്ങൾ കടക്കാൻ അനുവദിച്ചാൽ എന്തെല്ലാം ന്യായീകരണം പറയട്ടെ, പുതിയ കാര്യം മതത്തിൽ കടക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അവസാനം ആ മതം പഠിപ്പിച്ച നബി, ആ മതം പഠിപ്പിച്ച അമ്പിയാക്കന്മാരിൽപ്പെട്ട വ്യക്തി, അദ്ദേഹം പഠിപ്പിച്ചത് തുലവും തുച്ഛമായി പോവും. ജനങ്ങൾ പഠിപ്പിച്ചതായിരിക്കും ഇത് ഭൂരിപക്ഷം ഉണ്ടാവുക. ലൊലാലത്താണ് കൂടുക. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. പൂർവിക മതങ്ങൾ, പൂർവിക സമുദായങ്ങൾ നശിച്ചതിന്റെ പ്രധാന കാരണം ആർക്കും പുതുനിർമ്മിതി നടത്താവുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ ആലോചിക്കും, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, ഒരു ലോകത്തെ വലിയ ഒരു ജനക്കൂട്ടം, മാനവരാശിയുടെ ഭൂരിപക്ഷം വരുന്ന ഒരു ജനക്കൂട്ടത്തിന്റെ വിശ്വാസമാണ് ഈസാ നബി അലൈഹിസ്സലാം ക്രൂശീകരിക്കപ്പെട്ടു എന്നുള്ളത്. മാനവ സമൂഹം ഇന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ മാനവ സമൂഹത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെയും വിശ്വാസമാണ്. വേണമെങ്കിൽ അങ്ങനെ
കാനേഷുമാരി കണക്കുകൾ എടുത്താൽ നമുക്ക് അങ്ങനെ വിലയിരുത്താം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ വിശ്വാസം നിലനിൽക്കുന്ന സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലും പൂർണ്ണമായി തെളിയിക്കാൻ പറ്റില്ല. പൂർണ്ണമായിട്ടും തെളിയിക്കാൻ പറ്റില്ല. കാരണം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള അവതരണമാണ് ഈ ക്രൂശീകരണത്തെപ്പറ്റി ബൈബിളിൽ എടുത്തു നോക്കിയാൽ വൈരുദ്ധ്യങ്ങൾ കാണാം. ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസമാണ്. ഇത് തുടങ്ങുന്നത് എവിടെ നിന്നാ? ഇത് തുടങ്ങുന്നത് ഒരു മനുഷ്യൻ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വന്നു. ഈസാ അലൈഹി ഇസ്ലാമയ്ക്ക് ശേഷം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ ഉപദ്രവിക്കാനും കൊല്ലാനും നടന്നിരുന്ന യഹൂദനായ ഒരു മനുഷ്യൻ ഈസാ നബി അലൈഹി ഇസ്ലാം വഫാത്തായതിന്, ഈസാ നബി അലൈഹി ഇസ്ലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഈ നസാറാക്കളുടെ മതത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മതത്തിലേക്ക് വന്നു, എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായി, ഈസാ നബി എൻ്റെ സ്വപ്നത്തിൽ വന്നു, അതുകൊണ്ട് ഞാൻ ഇനി ഈസാ നബിന്റെ സന്ദേശം പ്രചരിപ്പിക്കണം. എന്നിട്ട് അയാൾ പ്രചരിപ്പിച്ചത് എന്താ? എന്നിട്ട് അയാൾ പ്രചരിപ്പിച്ചത് ഈസാ നബി പഠിപ്പിക്കാത്ത തത്വങ്ങൾ, ഈസാ നബി അലൈഹിസ്സലാം അവരെ ഉപദേശിക്കാത്ത കാര്യങ്ങൾ, ഈസാ നബി പഠിപ്പിക്കാത്ത അഖീദകൾ, ഈസാ നബി വിരോധിച്ച കാര്യങ്ങൾ അത് അയാൾ നിഷിദ്ധമാക്കുകയും ചെയ്തു. ഈസാ നബി കൽപ്പിച്ച കാര്യങ്ങൾ അയാൾ നിഷിദ്ധമാക്കുകയും ചെയ്തു. ഈസാ നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ സമൂഹം എന്ത് ചെയ്തിരുന്നു? അവർ സുന്നത്ത് കഴിച്ചിരുന്നു. ഈ ആൾ വന്നപ്പോൾ സുന്നത്ത് കഴിക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾ, കർമ്മങ്ങളിലും വിശ്വാസങ്ങളിലും നിലപാടുകളിലും ഈസാ നബി പഠിപ്പിച്ചതിൻ്റെ വേറെ പുതിയ വേർഷനുകൾ ഇയാൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈസാ നബി പഠിപ്പിച്ചത് നസാറാക്കളെ കൈകളിലില്ല. ഈസാ നബി പഠിപ്പിച്ചത് നസാറാക്കളുടെ ജീവിതത്തിലില്ല. ഈസാ നബി പഠിപ്പിച്ച എന്താണ് നസാറാക്കളുടെ കൈകളിലുള്ളത്, ജീവിതത്തിലുള്ളത്? ബൈബിളിൽ കൊത്തിവെച്ചിട്ടുണ്ട്, ബൈബിളിലുണ്ട്. ഈസാ നബി പഠിപ്പിച്ച കാര്യങ്ങൾ ബൈബിളിലുണ്ട്. പക്ഷേ നസാറാക്കളുടെ ജീവിതത്തിലില്ല, അഖീദയിലില്ല, വിശ്വാസത്തിലില്ല. ആരുടേതാണുള്ളത്? ഈ പുത്തൻ വാദമുണ്ടാക്കിയ പൗലോസിൻ്റെതാണുള്ളത്. സെന്റ് പോൾ എന്ന് പറയുമല്ലോ, ഈസാ നബിക്ക് ശേഷം ആ മതത്തിൽ കടന്നു വന്ന് പുതിയ അഖീദ പഠിപ്പിച്ചോൻ, പുതിയ ഫിഖ് പഠിപ്പിച്ചോൻ, പുതിയ ഹക്ക് പഠിപ്പിച്ചവൻ, പുതിയ ബാത്തിൽ പഠിപ്പിച്ചവൻ, പുതിയ ഹറാമ് പഠിപ്പിച്ചവൻ, പുതിയ ഹലാല് പഠിപ്പിച്ചവൻ, പുതിയ തൗഹീദ് പഠിപ്പിച്ചവൻ. അവന്റെ അഖീദാണ് നസാറാക്കളുടെ അഖീദ. അയാൾ പഠിപ്പിച്ചിട്ടുള്ള കർമ്മമാണ് നസാറാക്കളുടെ കർമ്മം. ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചതല്ല. ഇതാണ് ബിദ്അത്തിന്റെ പ്രത്യേകത. മതത്തെ കാർന്നു തിന്നത്, അവസാനം നശിപ്പിച്ചു കളയും. മതത്തിന്റെ അമ്പിയാക്കന്മാര് പഠിപ്പിച്ച, വഹീ പഠിപ്പിച്ച ഒന്നും അത് ബാക്കി വെക്കില്ല. എല്ലാത്തിനെയും തുറന്ന് അവസാനം ഈ ബിദ്അത്തിന്റെ അഹ്ലുകാർ എന്താണ് ഉദ്ദേശിച്ചത് അതിനെ മാത്രമാക്കി മാറ്റും മതത്തെ. അത് മാത്രമായിട്ട് മാറ്റും മതത്തെ. അതാ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രൈസ്തവ സമൂഹത്തെ പറ്റി പഠിക്കാൻ പറഞ്ഞത്. നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. എന്താ? വിജാതീയരായ ആളുകൾ, നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയമാണത്. ഇസ്രായേലരല്ലാത്തവരിലേക്ക് ദഅവത്ത് നടത്തരുത് എന്ന് ഈസാ നബി പഠിപ്പിച്ചു എന്നാണ് ബൈബിൾ നോക്കിയാൽ നമുക്ക് പറയാം. ഖുർആന്റെ സൂചന തന്നെയാണ്. ഞാൻ ഇസ്രായേലിലേക്ക് കടന്നു വന്നവനാണെന്ന ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമക്ക് ദഅവത്ത് നടത്തേണ്ട എവിടെയായിരുന്നു? ഇസ്രായേലിലായിരുന്നു. വേറെ ജാതികളിലേക്ക്, വേറെ വിഭാഗങ്ങളിലേക്ക് അദ്ദേഹം ദഅവത്ത് നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും വേറെ ജാതികളിലേക്ക് ദഅവത്ത് നടത്തിയിട്ടില്ല, വേറെ വിഭാഗങ്ങളിലേക്ക് ദഅവത്തിന് പോയിട്ടില്ല. ഇസ്രായേലിനെ സംസ്കരിക്കുന്നു. ഈ സെന്റ് പോൾ വന്നപ്പോൾ അത് മാറി, മറ്റുള്ളവരെ കൂടി ദഅവത്ത് നടത്തുന്ന രീതി വന്നു. അപ്പോൾ ആ ആളുകൾക്ക് മതത്തിലേക്ക് പ്രവേശിക്കാൻ ചേലാകർമ്മം ചെയ്യുന്ന ഇടപാട് പ്രയാസമായി, ആളുകൾക്ക് ഭയമായി, ആളുകൾക്ക് പേടി തോന്നി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അതിനെ റദ്ദ് ചെയ്തു കളഞ്ഞു. ഇന്ന് ഏതെങ്കിലും നസാറാക്കൾ ചേലാകർമ്മം ചെയ്യുന്നുണ്ടോ? ചേലാകർമ്മം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ച, അമ്പിയാക്കന്മാര് പഠിപ്പിച്ച, ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുതൽ അമ്പിയാക്കന്മാര് പഠിപ്പിച്ചിട്ടുള്ള പ്രകൃതിപരമായ കർമ്മം എന്ന് പറയുന്ന ചേലാകർമ്മത്തെ പരിഹസിക്കാനും അതിനെ ചീത്തയാണെന്ന് പറയാനും ഈ ലോകത്ത് മുൻപത്തിയിൽ നിൽക്കുന്ന ഇതാണ് ബിദ്അത്ത് വന്നാലത്തെ പ്രശ്നം. മതത്തിൽ ബിദ്അത്ത് വന്നാലത്തെ പ്രശ്നം ഇതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഒരു കർമ്മവും റസൂലുള്ള പഠിപ്പിക്കാത്ത നമുക്ക് ചെയ്യണ്ട.
ഒരു വിശ്വാസവും ഒരു ആചാരവും റസൂലുള്ള പഠിപ്പിക്കാത്തത് വേണ്ട. അതിനെന്താ? ഇമാം ഷാഫിഈയെ പറ്റിയിട്ടാണ് ആളുകൾ. ഇമാം ഷാഫിഈയെ പറ്റി ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പുരോഹിതന്മാരിങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇമാം ഷാഫിഈ റഹിമഹുമുള്ള നല്ല ബിദ്അത്തും ചീത്ത ബിദ്അത്തും പഠിപ്പിച്ചിട്ടുണ്ട്. വഹാബികളാണ് എല്ലാ ബിദ്അത്തും പാടില്ല എന്ന് പറയുന്നത്. ഇമാം ഷാഫിഈയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ നല്ല ബിദ്അത്തേത് ചീത്ത ബിദ്അത്തേത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കണ്ട, നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്നിട്ടൊരു സമ്പ്രദായം ഉണ്ടെന്ന്. നിങ്ങൾ ആലോചിക്കുക, ഇമാം ഷാഫിഈ എന്താ പറഞ്ഞത്? ഇമാം ഷാഫിഈ റഹിമഹുമുള്ള പറഞ്ഞത്, പിന്നെ ഖദ് റവൽ ഹാഫിൽ അബൂ നുഈം അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചു ഹദ്ദസ്നാ ഹർമലത്ത് ഇബ്നു യഹ്യ ഖാൽ സമിഅതു ശാഫിഈ റഹിമഹുല്ലാഹ് അലൈഹി യഖൂൽ. ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞതായിട്ട് ഹർമല പറയുന്നതായിട്ട് അദ്ദേഹം ഉദ്ധരിച്ചു. എന്താ ഇമാം ഷാഫിഈ പറഞ്ഞത്? അൽ ബിദ്അതു ബിദ്അതാനി. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് തരം ബിദ്അത്ത് ഉണ്ട്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് തരം ബിദ്അത്ത് ഉണ്ട്. ഒന്ന് ബിദ്അത്തുൻ മഹ്മൂദത്തുൻ. ഒന്നാമത്തെ ബിദ്അത്ത് ഏതാ? പ്രശംസനീയമായിട്ടുള്ള ബിദ്അത്ത്. വബിദ്അത്തുൻ മദ്മൂമ. രണ്ടാമത്തെ ബിദ്അത്ത് ഏതാണ്? ആക്ഷേപിക്കപ്പെടുന്ന ബിദ്അത്ത്. ഇങ്ങനെ എത്ര പണ്ഡിതന്മാർ പറയുള്ളൂ, പുരോഹിതന്മാർ ഇത്ര പറയല്ലോ. കണ്ടോ, ഇമാം ഷാഫിഈ പറഞ്ഞു നല്ല സ്വീകാര്യയോഗ്യമായ പ്രശംസനീയമായ ബിദ്അത്ത് ഉണ്ട്, അതോടൊപ്പം തന്നെ ആക്ഷേപിക്കപ്പെടുന്ന ബിദ്അത്ത് ഉണ്ട്. ഇങ്ങനെ രണ്ട് ബിദ്അത്ത് ഉണ്ട്. അതുകൊണ്ട് നല്ല ബിദ്അത്തുകൾ നമുക്ക് ഉണ്ടാക്കാം, നല്ല ബിദ്അത്തുകൾ കൊണ്ടുവരാം. ചീത്ത ബിദ്അത്താണ് ഇമാം ഷാഫിഈ പാടില്ലെന്ന് പറഞ്ഞത് എന്ന് പറയും, ബാക്കി പറയില്ല. ബാക്കി ഇമാം ഷാഫിഈ പറഞ്ഞു വമാ വാഫഖ സുന്നഹ ഫഹുവ മഹ്മൂദുൻ. ഏതാണ് പ്രശംസനീയമായ ബിദ്അത്ത് എന്ന് പറയുന്നത്? ഫമാ വാഖഫ സുന്നഹ, സുന്നത്തിനോട് ചേർന്നത്, ഫഹുവ മഹ്മൂദുൻ, അതാണ് പ്രശംസനീയമായിട്ടുള്ള ബിദ്അത്ത്. വമാ ഖാലഫ സുന്നഹ, സുന്നത്തിന് വിരുദ്ധമായത്, ഫഹുവ മദ്മൂമുൻ, അതെന്താണ്? ആക്ഷേപിക്കപ്പെട്ടതാണ്. വഹ്തജ്ജ ബിഖൗലി ഉമർ നിഅമത്തുൽ ബിദ്അത്തു ഹിയ. അതിന് തെളിവായിട്ട് ഇമാം ഷാഫിഈ എന്താണ് ഉദ്ധരിച്ചത്? സുന്നത്തിനോട് യോജിച്ചത് നല്ല ബിദ്അത്ത്, സുന്നത്തിന് എതിരായത് ചീത്ത ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ട് അതിന് തെളിവ് പിടിച്ചു. ആരുടെ വാക്ക്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്. ഏതാണ് വാക്ക്? നിഅമത്തുൽ ബിദ്അത്തു ഹിയ. എത്ര നല്ല ബിദ്അത്താണ് ഇത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ഇമാം ഷാഫിഈ തെളിവ് പിടിച്ചു. എന്താ സംഭവം? കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു നല്ല ബിദ്അത്താണല്ലോ ഇതെന്ന് പറഞ്ഞത് എന്തിനെ പറ്റിയിട്ടാണ്? ഒരു പള്ളിയിൽ ഒരു ഇമാമിന്റെ കീഴിൽ തറാവീഹ് നമസ്കാരം സംഘടിപ്പിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് പള്ളിയിൽ ജനങ്ങൾ വരും, ഒരു സംഘം ഇവിടെ ജമാഅത്ത് നിസ്കരിക്കും, വേറെ സംഘം തറാവീഹ് വേറെ സ്ഥലത്ത് നിസ്കരിക്കും. അങ്ങനെ പള്ളിയിൽ വിവിധ ജമാഅത്ത് നടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ഇത് വേണ്ട. പിന്നെ പള്ളിയിൽ ഓരോ സംഘങ്ങളായിട്ട് വിവിധ ജമാഅത്തുകൾ നടക്കേണ്ട, വിവിധ സമയങ്ങളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേണ്ട. ഒരു ഇമാമിന്റെ കീഴിൽ ജനങ്ങളെ മുഴുവൻ ചേർക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഇമാമിന്റെ കീഴിൽ മുസ്ലിങ്ങൾ മുഴുവൻ ചേർന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഈ വാക്ക് പറഞ്ഞു, ഇത് എത്ര നല്ല ബിദ്അത്ത്, ഇത് എത്ര നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞു. ഇതാണ് ഇമാം ഷാഫിഈന്റെ തെളിവ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അന്ന് വരെ മുസ്ലിങ്ങൾക്ക് അറിയാത്തൊരു സമ്പ്രദായം ഉണ്ടാക്കിയതാണോ? അല്ല. തറാവീഹ് നമസ്കാരം റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. തറാവീഹ് റസൂലുള്ളാഹി നമസ്കരിച്ചതാണ്. തറാവീഹ് പള്ളിയിൽ ഇമാമായിട്ട് റസൂലുള്ളാഹി ജനങ്ങളുമായി 3 ദിവസം നമസ്കരിച്ചു. 4ാമത്തെ ദിവസമാണ് റസൂലുള്ള വിട്ടേച്ചത്. കാരണം അള്ളാഹു അത് ഫർളാക്കുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ട് റസൂലുള്ള അത് ഒഴിവാക്കി. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമാണ് പിന്നെ ആ സമ്പ്രദായം ജനങ്ങൾ പള്ളിയിലേക്ക് ഒരു ഇമാമിന്റെ കീഴിൽ രണ്ടാമത് അതിനെ പുനഃസ്ഥാപിക്കുന്നതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഈ പുനഃസ്ഥാപനത്തെയാണ് നല്ല ബിദ്അത്ത് എന്ന് ഇമാം ഷാഫി ഉദ്ദേശിച്ചത്. ഈ പുനഃസ്ഥാപനത്തെ, അല്ലാതെ പുതിയതൊന്നും ഉണ്ടാക്കുന്നതിനെയല്ല. വൽ മുറാദു ഷാഫിഈ റഹിമഹുല്ലാഹ് മാ ദക്കർനാഹു മിൻ ഖബൽ. അബൂ നഈം പറയാണ്, നാം മുമ്പ് പറഞ്ഞല്ലോ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റിയാണ്, ഈ രൂപത്തിലുള്ളതാണ്,
പുനഃസ്ഥാപനമാണ്, സുന്നത്തിന്റെ പുനഃസ്ഥാപനമാണ്. അത് തന്നെയാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ല ഉദ്ദേശിച്ചത്. അന്നൽ ബിദ്അത മദ്മൂമത മാ ലൈസ ലഹാ അസ്ലുൻ മിൻ ശരീഅ യർജഉ ഇലൈഹി വഹിയൽ ബിദ്അതു ഫീ ഇത്ലാഖ് ശർഅ. എന്താണ് ശർഇൽ തെളിവില്ലാത്ത, ശർഇൽ അടിസ്ഥാനമില്ലാത്ത, ശർഇലേക്ക് മടങ്ങാത്ത, ശർഇന്റെ ഒരു അസ്ലുമില്ലാത്ത കാര്യങ്ങളെയാണ് ചീത്തയായ ബിദ്അത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ അമ്മൽ ബിദ്അത്തു മഹ്മൂദത്തു ഫീമാ വാഫഖ സുന്ന. എന്നാൽ നല്ല ബിദ്അത്ത് എന്നുകൊണ്ട് ഇമാം ഷാഫിഈ ഉദ്ദേശിച്ചത് എന്താണ്? പ്രശംസനീയമായ ബിദ്അത്ത്, നല്ല ബിദ്അത്ത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സുന്നത്തിനൊരു അടിസ്ഥാനമുണ്ട്. യഗ്നി മാ കാന ലഹാ അസ്ലുൻ മിൻ സുന്ന യർജഉ ഇലൈഹി. സുന്നത്തിലേക്ക് മടങ്ങുന്ന, സുന്നത്തിന്റെ ഒരു അസ്ൽ ഇമാം ഷാഫിഈ പറഞ്ഞ ആ ബിദ്അത്തുകൾക്കുണ്ട്. വ ഇന്നമാ ഹിയ ബിദ്അത്തുൻ ലുഗ. അത് തീർച്ചയായിട്ടും ഭാഷയിൽ ഒരു ബിദ്അത്ത് എന്ന് പറയുന്നത് മാത്രമാണ്. ലാ ശർഅൻ, മതപരമായ ബിദ്അത്തല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിമുവാഫഖതിഹാ അസ്സുന്ന, അത് സുന്നത്തിന് യോജിച്ച നിലക്കുള്ള കാര്യമാണ് എന്ന് ജാമിഉൽ ഉലൂമി വൽ ഹികമിൽ ഇമാം വിശദീകരിക്കുകയാണ്. ഇമാം ഷാഫിയെ പറ്റി അബൂ നഈം ഇമാം വിശദീകരിക്കുക. അപ്പൊ ഇതാണ് ഇമാം ഷാഫി ഉദ്ദേശിച്ചത്. ഷാഫി ഇമാം ഉദ്ദേശിച്ചത് ഒരു ആൾക്കും അറിയില്ല, നൂറ്റാണ്ടുകളോളം ഒരു മനുഷ്യനും പിടിയില്ല. ഒരുത്തനുണ്ടാ ഒരു ദിവസം ഒരു സ്വലാത്ത് ഉണ്ടാക്കി കൊണ്ടിരുന്നു. ഒരുത്തനിതാ ഒരു ദിവസം പറയുന്നു 2 റക്അത്ത് പുതിയ നിസ്കാരം പഠിപ്പിക്കുന്നു, 6 റക്അത്ത് നിസ്കാരം പഠിപ്പിക്കുന്നു, ദിക്ർ ഹൽക്കകൾ പഠിപ്പിക്കുന്നു, സ്വലാത്തിന്റെ മജ്ലിസുകൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും തോന്നുന്ന രൂപത്തിൽ ഒരു അസ്ലുമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊടാ എന്ന് പറഞ്ഞതല്ല. അത് നസാറാക്കളുടെ മതാണ്, പൗലോസിന്റെ നിലപാടാണ്, സെന്റ് പോളിന്റെ നിലപാടാണ്, ഇമാം ഷാഫിഈന്റെ നിലപാടല്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. അത് ആരുടെ നിലപാടാ? സെന്റ് പോളിന്റെ നിലപാടാണ്. സെന്റ് പോളിന്റെ, പൗലോസിന്റെ നിലപാടാ. ഇമാം ഷാഫിഈന്റെ നിലപാട് അങ്ങനെയല്ല. ഇമാം ഷാഫിഈ പറഞ്ഞത് എന്താ? അസ്ലുള്ള കാര്യങ്ങളെ പുനഃസ്ഥാപിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു അസ്ലില്ലാത്ത പുതിയത് കെട്ടിപ്പടുത്ത് ഉണ്ടാക്കുക അല്ല ഇമാം ഷാഫിഈ പറഞ്ഞത്. ഇമാം ഷാഫിഈന്റെ കൗലിനെ ദുർവ്യാഖ്യാനിച്ച്, റസൂലുള്ളാഹിന്റെ കൗലിനെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ടോ ഷാഫി ഇമാമിന്റെ കൗല് ദുർവ്യാഖ്യാനിക്കാൻ? ഇമാം ഷാഫിഈന്റെ കൗല് ദുർവ്യാഖ്യാനിച്ച്, വാക്കുകളെ ദുർവ്യാഖ്യാനിച്ച് തങ്ങൾക്ക് തോന്നുന്നത് മതത്തിൽ കടത്തിക്കൂട്ടുന്ന പുരോഹിതന്മാർ അവരെന്ത് ചെയ്യുക? തോന്നിയത് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക, ഈ മതത്തെ നശിപ്പിക്കും. ഇതിനെ എതിർക്കണം. ആളുകൾ ചോദിക്കും, എന്തിനാ ഭിന്നത ഉണ്ടാക്കുന്നത്? എന്തിനാണ്? ഒരു സ്വലാത്തല്ലേ, ഒരു ദിക്റല്ലേ, അത് ചൊല്ലിക്കോട്ടെ, ഒരു നിസ്കാരല്ലേ, ഒരു നോമ്പല്ലേ, എന്തിനാണ്? ബറാത്തിന്റെ നോമ്പാവുമ്പോഴത്തേനും കുറെ ആളുകളെ ഓടി വരും, ബറാത്ത് ബിദ്അത്താണ്, ബറാത്തിന്റെ നോമ്പ്. നബിദിനാകുമ്പോഴത്തേനും കുറെ ആളുകൾ ഓടി വരും, ഓ നബിദിനം പാടില്ല, നബി കഴിച്ചിട്ടില്ല, ബിദ്അത്താണ്, ചെയ്യരുത് എന്ന് പറയാൻ ആളുകൾ വരും. മെഹ്റാജിന്റെ നോമ്പിന്റെ സീസണിൽ കുറച്ച് ആൾക്കാർ ഇറങ്ങും, മെഹ്റാജിന്റെ നോമ്പ് പിടിക്കാൻ പാടില്ല, ബിദ്അത്താണെന്നിട്ട്. എന്തിനാണ് ഈ സമുദായത്തിൽ കലഹമുണ്ടാക്കുന്നത്? എന്തിനാ സമുദായത്തിൽ കലഹമുണ്ടാക്കുന്നത്? അങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞതാണ് സെന്റ് പോളിന്റെ ക്രിസ്തീയ മതം ഉണ്ടായത്. മനസ്സിലായോ? അന്ന് യേശുവിന്റെ ശിഷ്യന്മാർ ഇതിനെതിരെ പ്രതിരോധിച്ചു എന്ന് ബൈബിളിൽ കാണാം. യേശുവിന്റെ ശിഷ്യന്മാർ പ്രതിരോധിച്ചു, അവർ തടുത്തു നിർത്തി ഇയാളെ. പക്ഷെ അവർക്ക് ശേഷം തടുത്തു നിർത്താൻ ആളുണ്ടായില്ല, പിടിച്ചു കെട്ടാൻ ആളുണ്ടായില്ല. ചരിത്രത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ അനുയായികൾ 2 സഭകളായിട്ടാണ് പോയത്. 2 സഭകളായിട്ട് ആ സഭകൾ പോയി. ഒന്ന് പൗലോസ് പഠിപ്പിച്ച ഈ ബിദ്അത്തുമായിട്ടൊരു സഭ പോയപ്പോ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഹവാരികൾ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ സ്വഹാബ് എന്ന് പറയാം, നബിന്റെ സ്വഹാബികൾ പോലെ ഈസാ നബിന്റെ ഹവാരികൾ പഠിപ്പിച്ചിട്ടുള്ള മതവുമായിട്ട് ഒരു വിഭാഗം പോയി. അവസാനം ഈസാ നബിന്റെ അനുയായികൾ ഹവാരികൾ പഠിപ്പിച്ച മതം ക്ഷയിച്ച് ഇന്ന് വളരെ തുച്ഛമായ സൊസൈറ്റിയിൽ മാത്രമേ ക്രൈസ്തവ സമൂഹത്തിൽ നിലനിൽക്കുന്നുള്ളൂ. മറിച്ച് സെന്റ് പൗലോസ് പഠിപ്പിച്ച ആ മതമുണ്ടല്ലോ, ആ സഭ, അത് പോയി വികസിച്ച് പല ബിദ്അത്തുകളും പല ളലാലത്തുകളും പല അഖീദകളും കടന്നുകൂടി ക്രൈസ്തവ സമൂഹത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ഇന്ന് കാണുന്ന ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ അതാ. ഈസാ നബിക്ക് ഒരു ബന്ധുല്ല, പൗലോസ് തന്നെയാണ് അതിന്റെ അസ്ലി. ഇതാണോ ഇസ്ലാം മതത്തിന് വരുത്തേണ്ടത്? ഈ ഗതികേടാണോ വരുത്തേണ്ടത്? തകർക്കണം, അതിനെ എതിർക്കണം, അതിനെതിരെ ആക്ഷേപിക്കണം. കാരണം ഒരാൾക്കും അവകാശമില്ല, മതത്തിൽ പുതുതുണ്ടാക്കാൻ ഒരാൾക്കും അവകാശമില്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, അജ്മഅ അന്നാസു അലാ അന്നഹു മനിസ്തബാനത് ലഹു സുന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ.
ഒരു മനുഷ്യന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മനസ്സിലായി കഴിഞ്ഞാൽ, ബോധ്യമായി കഴിഞ്ഞാൽ, ആ സുന്നത്തിന്റെ മേൽ ജനങ്ങൾ ഇജ്മാ ആയിട്ടുണ്ട്, ആ സുന്നത്തിന്റെ മേൽ അത് ആ മനുഷ്യന്റെ കാര്യത്തിൽ ഇജ്മാ ആയിട്ടുണ്ട്. ലം യഖൂനു ലഹു അൻ യദഅഹാ ലിഖൗലി അഹദിൻ മിനൻ നാസ്, മനുഷ്യരിൽ പിന്നെ ഒരാളുടെ വാക്കിന് വേണ്ടി ആ വെളിവായ ഉറപ്പായ സുന്നത്തിനെ ഉപേക്ഷിക്കരുത് എന്നത് ജനങ്ങൾ ഇജ്മാ ആയ കാര്യമാണ്. മുസ്ലിം സൊസൈറ്റി ഇജ്മാ ആയ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാന്റെ റസൂല് സുബഹിക്ക് ഖുനൂത്ത് ഓതിയത് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ, അള്ളാന്റെ റസൂല് വാജിബായ നമസ്കാരങ്ങൾ, ഫർളായ നമസ്കാരങ്ങൾ കഴിഞ്ഞിട്ട് റസൂലുള്ള പിന്നെ കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടില്ലെങ്കിൽ, അത് നടത്താതിരിക്കലാണ് വിശ്വാസി ചെയ്യേണ്ടത്. പിന്നെ സുബൈക്ക് ഖുനൂത്ത് ഓതിയിട്ടില്ലെങ്കിൽ ഖുനൂത്ത് ഓതാതിരിക്കലാണ് ചെയ്യേണ്ടത്. ഏത് ഹദീസ് കൊണ്ടാണ് സ്ഥിരപ്പെട്ടത്? ഹത്താ ഫാറഖ ദുനിയ എന്ന് പറയുന്ന ചില ഹദീസുകളുണ്ട്. ദുനിയാവിൽ നിന്ന് വെട്ട പറയുന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈക്ക് ഖുനൂത്ത് ഓതി. ഇമാം ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ ആ ഹദീസിന്റെ സനദ് പരിശോധിച്ചിട്ട് ആ ഹദീസ് ളഈഫാണെന്ന് വ്യക്തമാക്കിയ ഹദീസാണ്, ദുർബലായ ഹദീസാണ്, സ്ഥിരപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹിയിൽ നിന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, മനിസ്തബാനതു ലഹു സുന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരുത്തൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഇന്നതാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ, ലം യഖുൽ ലഹു അൻ യദഅഹാ ലിഖൗലി അഹദിൻ മിനൻ നാസ്, പിന്നെ മനുഷ്യന്മാരെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തന്റെ ഖൗലിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റുന്ന പണിയില്ല, നീക്കിവെക്കണ പണിയില്ല. നമ്മളെ വിശ്വാസം തന്നെ എന്താ? സുന്നത്തിലേക്ക് നോക്കണ്ട, നാലാലൊരു മദ്ഹബ് എന്ത് പറഞ്ഞോ അത് സ്വീകരിക്കാനേ പാടുള്ളൂ. അപ്പൊ മദ്ഹബും സുന്നത്ത് എതിരായാലോ? റസൂലുള്ളാഹിന്റെ ഹദീസും മദ്ഹബും എതിരായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റസൂലുള്ളാഹിന്റെ ഹദീസ് തള്ളണമെന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. റസൂലുള്ളാഹിന്റെ ഹദീസ് മാറ്റണം, ഇമാമിന്റെ ഖൗലിനെ മുന്തിക്കണം. നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ പരസ്യമായി പറയാൻ കഴിയാതെയാണ് ഇതിനെ എതിർക്കുന്ന ആളുകൾ, ഇതിനെ വെല്ലുവിളിക്കുന്ന ആളുകൾ, ഈ ബാത്തിലായിട്ടുള്ള സന്ദേശത്തെ എതിർക്കുന്ന ഖണ്ഡിക്കുന്ന ആളുകൾ ശക്തരായപ്പോ പുരോഹിതന്മാർക്ക് പറയാൻ ഭയായതാണ്. ഒരു കാലഘട്ടത്തിൽ പഴയ ആളുകളോട് ചോദിച്ചു നോക്ക്, പഴയ ആളുകളോട് ചോദിച്ചു നോക്കൂ, തലനിരച്ച ആളുകളോട് ചോദിച്ചു നോക്കൂ, മദ്ഹബിന്റെ ഇമാമിന്റെ കാലഖീലയല്ലാതെ റസൂലുള്ളാഹിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഹുക്മ പറയുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ടായിരുന്നോ? ഇല്ല, ഈ നാട്ടിലില്ല. ഇന്നും അങ്ങനെയാണല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കൂ, മക്കത്തേക്ക് പോകുമ്പോ മദ്ഹബ് മാറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? മക്കത്തേക്ക് പോകുമ്പോ മദ്ഹബ് മാറും, ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ മദ്ഹബ് മാറും. എയർപോർട്ടിൽ വെച്ച് ഹനഫി മദ്ഹബാകും ചില ആളുകൾ, കേരളത്തിൽ ഷാഫിയാക്കൾ. കാരണം എന്താ? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹിന്റെ ഖൗലനുസരിച്ചിട്ട് സ്ത്രീ സ്പർശനം ഉണ്ടായി കഴിഞ്ഞാൽ വുളു മുറിയും. അബൂ ഹനീഫ ഇമാമിന്റെ ഖൗലനുസരിച്ചിട്ടോ സ്ത്രീ സ്പർശനം അറിയാതെ സ്ത്രീയുടെ മേത്ത് മുട്ടിയാലോ തട്ടിയാലോ വുളു മുറിയില്ല. അപ്പോ ഹജ്ജ് ചെയ്യാൻ പറ്റൂല, ഉംറ ചെയ്യാൻ പറ്റൂല, തവാഫ് ചെയ്യാൻ പറ്റൂല. കാരണം ഇത് സംഭവിക്കാലോ. മദ്ഹബ് മാറുകയാണ്. മദ്ഹബ് മാറിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ ഹജ്ജ് ഉംറയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് മദ്ഹബ് മാറി എയർപോർട്ടിലെത്തുമ്പോൾ ഷാഫിഈ മദ്ഹബിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ ആലോചിക്കും, ഇത് എവിടുത്തെ നിലപാടാണ്? ഇതാരാ പഠിപ്പിച്ചത്? എന്താണ് ഇമാം അബൂ ഹനീഫയ്ക്ക് ഒരു നിലപാട്, ഇമാം ഷാഫിക്ക് ഒരു നിലപാട്? വുളു മുറിയുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് രണ്ട് നിലപാട് വന്നു? ആ രണ്ട് നിലപാടിൽ ഏതാണ് സുന്നത്തിനോട് യോജിച്ചത്? ഇങ്ങനെ നമ്മൾ പഠിക്കണ്ടേ? അങ്ങനെ പഠിക്കൂല, അങ്ങനെ അന്വേഷിക്കൂല. ഷാഫിഈ മദ്ഹബിലുള്ള കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിൽ വുളു മുറിയും, ഹനഫി മദ്ഹബ് പഠിപ്പിക്കുന്നവനോ വുളു മുറിയില്ല. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഒരു വലിയ മുസ്ലിം സംഘടനയുടെ മദ്രസ പാഠപുസ്തകത്തിൽ പാലക്കാട് ഭാഗത്തിറങ്ങുന്നത് എന്താണ്? വുളു മുറിയില്ല. പാലക്കാട് ഭാഗത്തെ മദ്രസ റേഞ്ചുകളിൽ എന്താണ്? വുളു മുറിയില്ല. കാരണം എന്താ? അവിടെ ഹനഫികളാണ് കൂടുതൽ. ഒരേ മദ്രസ ബോർഡിന്റെ കീഴിൽ ഇറക്കുന്ന പാഠപുസ്തകത്തിൽ ഒരു വിഷയത്തെപ്പറ്റി, വുളു മുറിയുന്ന വിഷയത്തെ പറ്റിയിട്ട് രണ്ടഭിപ്രായം. ഒരു പ്രദേശത്ത് ഹനഫി മദ്ഹബുള്ള പ്രദേശത്ത് വുളു എന്താവൂല? മുറിയൂല. ഷാഫിഈ മദ്ഹബുള്ള പ്രദേശത്ത് ഇറക്കുന്ന പാഠപുസ്തകത്തിൽ മുറിയും. നിങ്ങൾ ആലോചിക്കുക, ഇതിൽ ഏതാ ഹദീസായിട്ട് യോജിക്കുന്നത് നോക്കിയാൽ പോരെ? ഹദീസായിട്ട് നോക്കിയാൽ പോരെ? അങ്ങനെ നോക്കാതെ, ഹദീസിനെ നോക്കാതെ ഈ ഇമാമിങ്ങളുടെ ഖൗലിനനുസരിച്ച് ഒപ്പിക്കുന്ന രീതി, ഇമാമിങ്ങളുടെ ഖൗല് തള്ളാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കണേ, ഇമാമിങ്ങളുടെ ഖൗല് തള്ളാൻ പാടില്ല എന്ന് പറയുന്നത്, പണ്ഡിതന്മാരുടെ ഖൗല് തള്ളാൻ പാടില്ല എന്ന് പറയുന്നവർ ആരാ? ഇമാം മാലിക് പറഞ്ഞു. ഇമാം മാലിക് റഹ്മഹുല്ലാ, വഖാല മാലിക് റഹ്മഹുല്ലാ, ഇമാം മാലിക് പറയാണ്, മാ മിന്നാ
മാ മിന്ന ഇല്ലാ റാദുൻ വമർദൂദുൻ അലൈഹി ഇല്ലാ സാഹിബ ഹാദൽ ഖബർ. റസൂലുള്ളാഹിന്റെ ഖബർ ഇങ്ങനെ നോക്കിയിട്ട് ആ ഖബർ ചൂണ്ടിക്കാണിച്ചിട്ട് ഇമാം മാലിക് പറയാണ്, ഈ ഖബറിന്റെ സ്വാഹിബ് ഒഴികെ, ഈ ഖബറിന്റെ ഉടമസ്ഥനൊഴികെ മാ മിന്ന ഇല്ലാ റാദുൻ വമർദൂദുൻ അലൈഹി, നമ്മുടെ കൂട്ടത്തിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതുമായ അഭിപ്രായമുള്ള വേറൊരാളില്ല. നമ്മളെ കൂട്ടത്തിൽ ആരുണ്ടോ അവരുടെ അഭിപ്രായത്തിൽ തള്ളേണ്ടതുണ്ടാകും, കൊള്ളേണ്ടതാകും. ഈ ഖബറിന്റെ ഉടമസ്ഥനൊഴികെ അദ്ദേഹത്തിന്റെ വാക്കിൽ തള്ളേണ്ടതില്ല, എല്ലാം കൊണ്ടേ പറ്റൂ. റസൂലുള്ളാഹി എന്തു പറഞ്ഞു? അത് മുഴുവൻ സ്വീകരിച്ചേ പറ്റൂ. അങ്ങനെ തള്ളേണ്ടതില്ലാത്തത് മുഴുവൻ സ്വീകരിക്കേണ്ട നിലപാടുള്ള ഒരു ഇമാമും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ജനിച്ചിട്ടില്ല. ആരാ പറഞ്ഞത്? ഇമാം മാലിക്കാ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ജനിച്ചിട്ടില്ല. ആര് ജനിച്ചിട്ടില്ല എന്ന് തള്ളേണ്ട അഭിപ്രായം ഇല്ലാത്തൊരു ഇമാം ജനിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ അഭിപ്രായത്തിൽ അബദ്ധം പറ്റാത്ത, തള്ളേണ്ടത് വരാത്ത ഒരു ഇമാം ജനിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, അതാണ് ക്രൈസ്തവർക്ക് പറ്റിയ സെന്റ് പോൾ എന്ന് പറയുന്ന അബദ്ധം. നസറാണികൾക്ക് പറ്റിയ സെന്റ് പോൾ എന്ന് പറയുന്ന അബദ്ധതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാന്റെ മതം അള്ള പഠിപ്പിച്ച പോലെ പഠിക്കാം, അള്ള പറഞ്ഞ പോലെ സ്വീകരിക്കാം. അല്ലാതെ ആളുകൾക്ക് എന്ത് നന്മ തോന്നുന്നു, തിന്മ തോന്നുന്നു, അതിനനുസരിച്ച് ഒപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഖുർആൻ പറഞ്ഞല്ലോ, നസാറാക്കളെ ഏറ്റവും അധികം ഖുർആൻ ആക്ഷേപിച്ചത് എന്താ? അവരൊരു ബിദ്അത്ത് ഉണ്ടാക്കി. എന്താ ബിദ്അത്ത്? പടച്ചോനെ മാത്രം ആരാധിക്കാൻ ഒഴിഞ്ഞിരിക്കാൻ, അള്ളാനെ ആരാധിക്കാൻ ഒഴിഞ്ഞിരിക്കാൻ, കുടുംബ ബന്ധങ്ങളോ കുട്ടികളോ ഭാര്യയോ ലൗകിക ജീവിതമോ ഒന്നും പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി, പടച്ചവനെ മാത്രം ആരാധിക്കാൻ വേണ്ടി, അവനിൽ സദാസമയം അവനിൽ നിരഗ്നനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സന്യാസം എന്ന് പറയുന്ന, ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു ഇബാദത്ത് അവരുണ്ടാക്കി. അള്ളാഹ് അതിനെ അപ്രിഷിയേറ്റ് ചെയ്തോ? അള്ളാഹു അതിനെ അഭിനന്ദിച്ചോ? അവരുദ്ദേശം എന്താ? ഇതുണ്ടാക്കണതിൻ്റെ ഉദ്ദേശം എന്താ? കല്യാണം കഴിച്ച ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, കുടുംബജീവിതം ഉണ്ടാവും, പണിയെടുക്കാൻ പോകണം, ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പുറകിൽ നടക്കണം. അതൊന്നും വേണ്ട. അള്ളാഹുവിനെ ദിക്ർ ചെയ്ത്, റബ്ബിനോട് പ്രാർത്ഥിച്ച്, അവന് ആരാധനകൾ ചെയ്ത്, ജീവിതം ആരാധന നിമഗ്നമായിട്ട് അങ്ങനെ ജീവിച്ചു തീർക്കുക. അതിനേറ്റവും നല്ല ഏർപ്പാടെന്താ? കുട്ടികളും ലൗകിക ജീവിതവും വേണ്ട. അള്ളാഹു ആക്ഷേപിച്ചു, അള്ളാഹു എതിർത്തു, അള്ളാഹു പഠിപ്പിക്കാത്ത കാര്യമാണിത് എന്ന് പറഞ്ഞു. അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത് നിന്നാ മതി. അവസാനം നമുക്കറിയാം ഇതെവിടെ പോയി. അവർ അള്ളാഹനെ മാത്രം ആരാധിക്കണവരായില്ല എന്ന് മാത്രമല്ല, നാട്ടിലെ പല കിണറ്റിൽ നിന്നും പല കന്യാസ്ത്രീകളുടെ മൃതദേഹം പൊക്കിയെടുക്കാനുള്ള കാരണം കൂടിയായി ഈ ബ്രഹ്മചര്യം. അതായത് കേരളത്തിൽ തന്നെ 100 കേസുകൾ ഉണ്ടെന്നാ പറയുന്നത്. കേരളത്തിൽ തന്നെ എന്ന് പറഞ്ഞ അള്ള പറഞ്ഞല്ലോ, അവർക്കത് പാലിക്കാനും പറ്റിയില്ല. അവർ വലിയ കാര്യത്തിൽ പണിതുണ്ടാക്കി മതത്തിലൊരു ബിദ്അത്ത്, അള്ളാഹനെ ആരാധിക്കാൻ, എന്നിട്ടോ അവർക്കത് പാലിക്കാൻ പറ്റിയില്ല. അവരുടെ ആ ബിദ്അത്ത് കേരളത്തിലെ ഒരുപാട് കിണറുകളിൽ കന്യാസ്ത്രീകളുടെ മൃതദേഹങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വിശ്വാസികളെ ആവശ്യമില്ലാത്ത പണിക്കിൽക്കണ്ട. അമ്പിയാക്കൾ പഠിപ്പിച്ചത്, അമ്പിയാക്കളുടെ സ്വഹാബത്ത്, അവരുടെ ഹവാരിയങ്ങൾ അവർ മനസ്സിലാക്കിയത് അതാണ് സുന്നത്ത്. സുന്നത്ത് എങ്ങനെ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ജീവിക്കുക, അനുകരിക്കുക, ആചരിക്കുക, അനുഷ്ഠിക്കുക. അതാണ് ദീൻ, അതാണ് ദീനുൽ ഖയ്യിം. നേരായിട്ടുള്ള ദീൻ എന്ന് പറയുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരായ ദീനിനെ അനുധാവനം ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നേരായ ദീനിന് എതിരായി നമ്മുടെ സ്വന്തം സംഘടന പറഞ്ഞാലും, സ്വന്തം ഉസ്താദ് പറഞ്ഞാലും, സ്വന്തം നേതാവ് പറഞ്ഞാലും സ്വീകരിക്കാതെ റബ്ബിന്റെ തൃപ്തി മാത്രം സ്വീകരിക്കാനുള്ള ഹൃദയവിശാലതയും ഇൽമും ഈമാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഖുതുബയിലും സൂചിപ്പിച്ചിരുന്നു. SIR എന്ന് പറയുന്ന പ്രക്രിയ ഈ രാജ്യത്ത് ഓരോ മുസ്ലിമിൻ്റെയും ഭാവിയെപ്പറ്റി വളരെ
സ്വാധീനിക്കുന്ന ഒരു സാമൂഹിക പ്രക്രിയയായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി അതിൻ്റെ പുറകിലുണ്ടാവണം. അലസമായി ഇടേണ്ട കാര്യമല്ല, അലംഭാവത്തോടെ മുന്നോട്ട് പോകേണ്ട കാര്യമല്ല. ഇത് ഭാവിയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, വിശ്വാസിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാളത്തിൽ നിന്ന് 2 പ്രാവശ്യം അവനെ പാമ്പ് കടിക്കില്ല. ഒരു പ്രാവശ്യം കടി കിട്ടിയേക്കാം. ആ ഒരൊറ്റ കടി കിട്ടുന്നതോടുകൂടി അവൻ ആ ഭാഗം, ആ ഏരിയ അതിനവൻ മനസ്സിലാക്കും. പിന്നീട് ഒരു അപകടം ക്ഷണിച്ചു വരുത്തുന്ന വിധത്തിൽ ആ മാളത്തിൻ്റെ അടുത്തേക്ക് അവൻ പോവില്ല. അവിവേകിയായ മനുഷ്യനാണ്, പലതവണ ആ മാളത്തിൻ്റെ അടുത്തേക്ക് പോകും, പലതവണ അവൻ അതിൻ്റെ കടിയും കിട്ടും. ഇത് വിശ്വാസിക്ക് യുക്തിബോധമുള്ളവനാകണം, വിശ്വാസി കാര്യങ്ങൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം എന്നതിൻ്റെ സൂചനയാണ്. ഈമാനുമായി ബന്ധിപ്പിച്ചിട്ട് റസൂൽ പറഞ്ഞത്, സത്യവിശ്വാസി എന്തല്ല, ഒരു മാളത്തിൽ നിന്ന് 2 തവണ കടി കിട്ടുന്നവനല്ല എന്ന് പറഞ്ഞത് സത്യവിശ്വാസവുമായി ബന്ധിപ്പിച്ചിട്ടാണ്. അതുകൊണ്ട് അലംഭാവം നമുക്കുണ്ടാവാൻ പാടില്ല. എല്ലാ കാര്യത്തിലും നമ്മുടെ ഭാവിയെ, നമ്മുടെ സാമൂഹിക ജീവിതത്തെ, നമ്മുടെ മതത്തെ, നമ്മുടെ ഉമ്മത്തിൻ്റെ എല്ലാം സുരക്ഷിതത്വത്തെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ നിസ്സാരമായിട്ട് അതിനെ കാണാനോ അവഗണിക്കാനോ പാടില്ല. വളരെ ഗൗരവത്തോട് ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ ഈ ഉമ്മത്തിലെ എല്ലാ വിഭാഗങ്ങളും യോജിച്ച് നിൽക്കണം. അവിടെ ഭിന്നതയോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇഖ്തിലാഫുകളോ ഒന്നൊരു കാരണമാവാൻ പാടില്ല. സുന്നിയുടെ SIR ഫോം ചേർത്തേണ്ടത് മുജാഹിദാണ്, മുജാഹിദിൻ്റെ SIR ഫോം ചേർത്തേണ്ടത് സുന്നിയാണ്. അങ്ങനെ ആയിരിക്കണം, അങ്ങനെ നീങ്ങിപ്പോണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് 2 പേരും ഒരുമിച്ച് അനുഭവിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഭിന്നതയുണ്ടാക്കാൻ പാടില്ലാത്ത ഏരിയയുണ്ട്, ഭിന്നത ഉണ്ടായേ പറ്റൂ എന്ന ഏരിയയുണ്ട്. രണ്ടും വകതിരിച്ചറിയണം. രണ്ടും വകതിരിച്ചറിഞ്ഞിട്ട് മുന്നോട്ട് പോകണം. എല്ലായിടത്തും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കാൻ പാടുണ്ടോ? പാടില്ല. എല്ലായിടത്തും ഐക്യം ഉണ്ടായിക്കൊണ്ടിരിക്കാൻ പാടുണ്ടോ? അതും പാടില്ല. അഭിപ്രായ വ്യത്യാസം പറയേണ്ട, ശക്തമായി പറയേണ്ട, എഴുന്നേറ്റെന്ന് പറയേണ്ട, വിമർശിക്കേണ്ട, താക്കീത് ചെയ്യേണ്ട ഏരിയകളുണ്ട്, അവിടെ അത് ചെയ്യണം. അഭിപ്രായ വ്യത്യാസമില്ലാതെ നിലകൊള്ളേണ്ട ഏരിയകളുണ്ട്, അവിടെ അങ്ങനെയും പോകണം. അതാണ് വിവേകം, വിവേചന ബുദ്ധി എന്ന് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല ആ രൂപത്തിൽ ജീവിക്കുന്ന, ആ രൂപത്തിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ രാജ്യത്തും ലോകത്തും മുസ്ലിം സമൂഹത്തിനും ഉമ്മത്തിനുമെതിരെ ആളുകൾ സ്വരുക്കൂട്ടുന്ന, പ്ലാൻ ചെയ്യുന്ന എല്ലാ ഫിത്നകളും ഫസാദുകളെയും തകർത്തെറിയാൻ റബ്ബ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതിജീവിക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മളെ തകർക്കുവാനും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പൗരത്വം ഇല്ലാതാക്കുവാനും പരിശ്രമിക്കുന്ന ആളുകളുടെ എല്ലാ കുതന്ത്രങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. മാനവ സമൂഹത്തെ മുഴുവൻ അള്ളാഹു അവർക്കെതിരാക്കി തിരിക്കുമാറാകട്ടെ. മനുഷ്യർക്കിടയിൽ നീതിയും ഐക്യവും അള്ളാഹു നിറക്കുമാറാകട്ടെ. സമൂഹത്തിൽ നിന്ന് സകല ഫിത്നകളിൽ നിന്നും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. തങ്ങളുടെ അധികാര കസേരകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യരുടെ രക്തം ചിന്തുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശാപവും ശിക്ഷയും മാതൃകാപരമായി ഇറങ്ങുമാറാകട്ടെ. അവർ പിന്തിരിയാത്ത കാലത്തോളം അവരെ അള്ളാഹു ആളുകൾക്ക് മാതൃയാകുന്ന വിധത്തിൽ ശിക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.